എഡ്യു ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ജൂൺ സൈക്കിളിൽ നടത്തിയ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോസിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ICTയിലെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ വീഡിയോസിൽ അനലൈസ് ചെയ്ത് പോകുന്നത്. ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അനലൈസ് ചെയ്തത്. അത് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് നെറ്റ് റാപ്പിഡ് റിവിഷൻ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിജിറ്റൽ ഇന്ത്യ തീം ഈസ് ഇൻകറക്റ്റ്ലി മാച്ച്ഡ് വിത്ത് ഇറ്റ്സ് പർപ്പസ്. അതായത് ഡിജിറ്റൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് തീംസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് അതിൻ്റെ പർപ്പസുമായിട്ട് ഇൻകറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പോക്കൺ ട്യൂട്ടോറിയൽ, ലേൺ വേരിയസ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഓൾ ബൈ വൺ സെൽഫ്. FOSSEE, reduce dependency on proprietary software in educational institutions. E-Kalpa, create digital learning environment for design. E-Shoda Siddhi, spread education in embedded system and robotics. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. E-Shoda Siddhi, spread education embedded system and robotics എന്നുള്ളതാണ് ഇൻകറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഷോഡ് സിന്ധി എന്ന് പറയണത് ഈ എംബഡഡ് സിസ്റ്റം റോബോട്ടിക്സും ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതല്ല, മറിച്ച് അത് റിസർച്ചേഴ്സിനെ ഹെൽപ്ഫുൾ ചെയ്യാനായിട്ട് വന്നതാണ് ഈ ഷോർട്ട് സിന്ധി എന്ന് പറയുന്നത്. അതായത് റിസർച്ചേഴ്സിന് സ്കോളർലി റിസോഴ്സസും അതുപോലെ തന്നെ റിസർച്ച് മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷോർട്ട് സിന്ധിയുടെ ഉദ്ദേശം എന്ന് പറയണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു ICT വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ. താഴെ ICT ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS in cars and send signals to satellite which then work out where they are and send this data back to the car. HTTP stands for Hypertext Transfer Policy. RAM stands for Rapid Access Memory. Geographic Information System, GIS, is a computer-based tool for mapping and analyzing things that exist and events that happens on Earth. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPSC എന്ന് പറയുന്നത് കാഴ്സിലുള്ളതാണ്. അത് സാറ്റലൈറ്റിലോട്ട് സിഗ്നൽസ് സെൻഡ് ചെയ്യുന്നു. അതിനുശേഷം അത് ബാക്കിലോട്ട്, അതായത് തിരിച്ച് നമ്മുടെ കാറിലോട്ട് തന്നെ ഡേറ്റ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. HTTP എന്ന് പറഞ്ഞ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പോളിസി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. RAM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് ആക്സസ് മെമ്മറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം GIS എന്ന് പറയുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂളാണ്. അതായത് എർത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ മാപ്പ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇവിടെ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്. ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൂളാണ്. അതായത് നമ്മുടെ എർത്തിൽ നടക്കുന്ന ഇവൻസിനെ, അത് എക്സിസ്റ്റ് ചെയ്തിട്ടുള്ളതും ഹാപ്പൻ ചെയ്യുന്ന ഇവൻസിനെ മാപ്പ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഈ ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം ഒക്കെ റിപ്പീറ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അതായത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ഈ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും GPS ഉപയോഗിക്കാറില്ല. അതായത് ഒരു സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റമാണ്. അത് GPS ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയൽ ടൈം ലൊക്കേഷന്, അതുപോലെ തന്നെ സ്പീഡ്, ടൈം ഡേറ്റ, അങ്ങനെ നമ്മൾ ട്രാക്ക് ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് GPS നമ്മൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് ഇപ്പം നമ്മൾ മിസ്സാവുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ GPS ഉപയോഗിച്ച് നമ്മൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സാധിക്കും. HTTP എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നുള്ളതാണ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൽ നിന്നുള്ള അഭ്യർത്ഥന കൈമാറ്റം ചെയ്യാനും സെർവറിൽ നിന്ന് അതിൻ്റെ പ്രതികരണങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു അംഗീകരിച്ച ഒരു പെരുമാറ്റ ചട്ടങ്ങൾക്കാണ് നമ്മൾ ഈ HTTP എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇൻ്റർനെറ്റ് വഴിയുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്ന ഒരു പ്രോട്ടോക്കോളാണ്. അതായത് നമ്മളിപ്പം ഇൻ്റർനെറ്റ് വഴി എന്തെങ്കിലും ചോദിക്കുന്നു, അപ്പോൾ അവർ നമുക്ക് ഇൻ്റർനെറ്റ് തിരിച്ച് നമുക്കൊരു മറുപടി തരുന്നു. അപ്പം ഇവിടുത്തെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മളെ സഹായിക്കുന്ന പ്രോട്ടോക്കോളിനാണ് നമ്മൾ HTTP എന്ന് പറയുന്നത്. RAM എന്ന് പറഞ്ഞാൽ എന്താണ്? റാൻഡം ആക്സസ് മെമ്മറി എന്നുള്ളതാണ് RAM എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Next question, based on the following, which of the following statement is true? A CD contains 12 music tracks which are of length in minute 3, 7, 4, 3, 5, 6, 4, 5, 4, 7, 8, 8 and each minute of music requires 12 MB of storage. അതായത് നമുക്കിവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഏത് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ACDയിൽ 12 മ്യൂസിക് ട്രാക്കാണ് ഉള്ളത്. അതിന് 3, 7, 4, 3, 5, 6, 4, 5, 4, 7 എന്നിങ്ങനെയാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത് മിനിറ്റിൽ. അപ്പം ഒരു മിനിറ്റിൻ്റെ മ്യൂസിക്
ആവശ്യമുള്ളത് 12 MB ഓഫ് സ്റ്റോറേജ് ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ എന്തോരം MB വേണം എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുകയാണ് 512 MB ഓഫ് മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ദ 12 മ്യൂസിക് ട്രാക്ക്. അതായത് ഈ 12 മ്യൂസിക് ട്രാക്സിന് 512 MB ആണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 GB ഓഫ് മെമ്മറി യൂസ്ഡ് ഫോർ ദ 12 മ്യൂസിക് ട്രാക്സ്. അതായത് ഇതിനു വേണ്ടി 1 GB ആണ് ആവശ്യമുള്ളത്. 768 MB ഓഫ് മെമ്മറി ഈസ് യൂസ്ഡ് ഫോർ ദ 12 മ്യൂസിക് ട്രാക്സ്. അതായത് 768 MB ആണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. If the tracks are to be stored in MP3 format, then each music track will be reduced in size by 90%. Storage that 12 tracks would require is 69.12 MB. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് ഇത് MP3 ഫോർമാറ്റാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ഓരോ മ്യൂസിക് ട്രാക്ക് നമുക്ക് 90% റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്റ്റോറേജിന് ആവശ്യമായിട്ട് വരുന്ന 69.12 MB ആണെന്നുള്ളതാണ്. ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് നമ്മുടെ ലെങ്ത്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആ ലെങ്ത് എല്ലാം കൂടെ കൂട്ടുക, അതായത് ടോട്ടൽ മിനിറ്റ്സ് കാണാനായിട്ട് അതെല്ലാം കൂടെ കൂട്ടുക. 3743545478 അപ്പോൾ നമുക്ക് 64 എന്ന് കിട്ടി. അപ്പോൾ ഇനി നമ്മൾ ഈ 64 മിനിറ്റിന് എന്തോരം MB വേണമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് 64 × 12 ചെയ്താൽ മതി. അപ്പം നമുക്ക് 768 കിട്ടും. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു മിനിറ്റിന്, അതായത് ഈച്ച് മിനിറ്റ് ഓഫ് മ്യൂസിക്കിന് വേണ്ടത് 12 MB ആണെന്നാണ് തന്നിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ടോട്ടൽ മിനിറ്റ് കണ്ടുപിടിച്ചു. അപ്പം അത് × 12 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 768 എന്ന് കിട്ടും. അതായത് നമ്മുടെ ഇവിടെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ വരുന്ന ഓപ്ഷൻ 3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കമ്പ്യൂട്ടർ കമ്പോണൻസ് ALU, കൺട്രോൾ യൂണിറ്റ്, പെൻ ഡ്രൈവ്, മെയിൻ മെമ്മറി. ലിസ്റ്റ് 2 ഡിസ്ക്രിപ്ഷൻ ആണ്. ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോറേജ്, ക്യാരിയേഴ്സ് ഔട്ട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ്, ഡയറക്റ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫ്ലോ ഇൻ ദ CPU, സെക്കൻഡറി ഓർ ഓഫ്ലൈൻ സ്റ്റോറേജ് എന്നുള്ളതാണ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അതായത് ALU എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാരിയേഴ്സ് ഔട്ട് അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അതായത് അരിത്തമെറ്റിക്കൽ ലോജിക്കൽ യൂണിറ്റ് എന്നുള്ളതാണ്. അത് അരിത്തമെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ കാൽക്കുലേഷൻസ് ആണ് ചെയ്യുന്നത്. ഇനി കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് നമ്മുടെ ഇൻപുട്ടിൽ, അതായത് ഔട്ട്പുട്ട് ഫ്ലോ, അതായത് CPU വരുന്ന ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെ ഒക്കെ അതിനെ ഡയറക്റ്റ്, അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വിവരങ്ങളെ ഇങ്ങോട്ടേക്ക് നമുക്ക് തരുന്ന വിവരങ്ങളെ ഡയറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പെൻ ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു സെക്കൻഡറി ആയിട്ടുള്ള ഓഫ്ലൈൻ സ്റ്റോറേജ് ആണ്. മെയിൻ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോറേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് MAC അഡ്രസ്സസ് ആർ യൂണിക് ടു ഈച്ച് ഡിവൈസ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ മീനിങ് ഓഫ് ദ ടേം MAC. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഓരോ ഡിവൈസിന് MAC അഡ്രസ്സ് ഓരോ ഒന്നാണ്, അത് യുണീക്കാണ്. അങ്ങനെയാണെങ്കിൽ MACൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മീഡിയം ആക്സസ് കാർഡ്, മീഡിയ അഡ്രസ് കമാൻഡ്, മോഡം അഡ്രസ്സിംഗ് കാർഡ്, മീഡിയ ആക്സസ് കൺട്രോൾ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 4 ആണ്, മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. MAC അഡ്രസ് എന്ന് പറഞ്ഞാൽ മീഡിയ ആക്സസ് കൺട്രോൾ അഡ്രസ് എന്നുള്ളതാണ്. ഇതൊരു 12 അക്ക ഹെക്സാഡെസിമൽ, അതായത് 48 ബിറ്റ് അഡ്രസ്സാണ്. കമ്പ്യൂട്ടറിൻ്റെ ഫിസിക്കൽ അഡ്രസ് എന്നാണ് MAC അഡ്രസ് അറിയപ്പെടുന്നത്. ഓരോ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡിലും അത് നിർമ്മിച്ച കമ്പനിക്കാർ നൽകുന്ന ആഗോളപരമായി അംഗീകരിച്ചിട്ടുള്ള മേൽവിലാസമാണ് ഈ MAC അഡ്രസ് എന്ന് പറയുന്നത്. ഈ MAC അഡ്രസ്സിൽ 12 അക്കങ്ങളാണ് ഉള്ളത്. Next question, which of the following electronic technology is the key technology for making the personal computer PCs in the 1970s? അതായത് 1970s പേഴ്സണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ ബേസ്ഡ്, ഇൻറ്റഗ്രേറ്റഡ് കമ്പോണൻസ്, IC ബേസ്ഡ്, മൈക്രോ പ്രോസസ്സർ ബേസ്ഡ്, വേക്യൂം ട്യൂബ് ബേസ്ഡ്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 3 ആണ്, മൈക്രോ പ്രോസസ്സർ ബേസ്ഡ് ആണ്. ഈ 1970s എന്നൊക്കെ പറയുമ്പോൾ 4th ജനറേഷൻ കമ്പ്യൂട്ടറാണ്. ഈ 4th ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ചത് മൈക്രോ പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ മൈക്രോ കമ്പ്യൂട്ടർ എന്നാണ് അറിയപ്പെടുന്നത്. ആയിരക്കണക്കിന് ട്രാൻസിസ്റ്ററുകൾ, റെസിസ്റ്ററുകൾ, കപ്പാസിറ്റർ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സിലിക്കൺ നിർമ്മിത ചിപ്പാണ് മൈക്രോ പ്രോസസ്സർ എന്ന് പറയുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതികവിദ്യ എന്ന് പറയുന്നത് VLSI, അതായത് വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേഷൻ സർക്യൂട്ടാണ്. ഇൻ്റർനെറ്റിൻ്റെ ആ ഒരു ഉപയോഗം ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു ഏജിലാണ്. ഈ തലമുറ കമ്പ്യൂട്ടറുകൾക്ക് ഉപയോഗിച്ചിരുന്ന ഭാഷ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ബ്രീച്ചസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് വിച്ച് ഫീച്ചർ ഇൻ ടു കമ്പ്യൂട്ടർ സിസ്റ്റം ഓപ്പറേഷൻ. അതായത് നമുക്ക് ഈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ബ്രീച്ചസ് മിനിമൈസ് ചെയ്യാനായിട്ട് ഏത് ഫീച്ചറാണ് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലോട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ഓഫ് യൂസേഴ്സ് ചോയ്സ്, ദ എബിലിറ്റി ടു ലോഗ് ഇൻ ടു മൾട്ടിപ്പിൾ നോട്ട്സ് യൂസിങ് ഓൺലി വൺ അക്കൗണ്ട്, ഫോഴ്സ്ഡ് ലോഗ് ഓഫ് ഫ്രം ദ സിസ്റ്റം ഇഫ് നോ ആക്ടിവിറ്റി ഹാസ് ബീൻ ഡിറ്റക്റ്റഡ്, അലൗവിങ് ദ അപ്ലോഡിംഗ് ആൻഡ് ഡൗൺലോഡിംഗ് ഓഫ് ഫയൽസ് ടു ദ സിസ്റ്റം. ആൻസർ വരുന്നത് ഓപ്ഷൻ
3 ആണ്. അതായത് ഫോഴ്സ്ഡ് ലോഗ് ഓഫ് ഫ്രം ദ സിസ്റ്റം ഇഫ് നോ ആക്ടിവിറ്റി ഹാസ് ബീൻ ഡിക്റ്റേറ്റഡ്. അതായത് ഒരു ആക്ടിവിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ലോഗ് ഓഫ് അതിൻ്റെ അന്ന് ലോഗ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി ബ്രീച്ചസ് നമുക്ക് മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റുക. Next question, identify the sequence of words A to E that correctly fills the blanks in the following paragraph. അതായത് ഇത്രയേ ഉള്ളൂ. A to E നമുക്ക് കുറച്ച് ബ്ലാങ്ക് തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനായിട്ട് പറയാം. ഡാഷ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ സ്മാർട്ട് വാച്ച് ആൻഡ് വയർലെസ് ഹെഡ്ഫോൺ ടു ദ ഫോൺ ആൻഡ് ഈസ് എ ഡാഷ് റേഞ്ച് വയർലെസ് ടെക്നോളജി. ഡാഷ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ ഫോൺ ആൻഡ് ദ ലാപ്ടോപ്പ് ടു ദ ഔട്ട്സൈഡ് ദ വേൾഡ് കോൾഡ് ദ ഇൻ്റർനെറ്റ് ആൻഡ് ഇറ്റ് ഈസ് users radio waves to allow high speed data transfer over short distance. Dash is used to connect the phone to countless service via the internet and is a dash range wireless technology. Short, long, Wi-Fi, 3G, 4G, 5G, ബ്ലൂടൂത്ത് എന്നിവയാണ് തന്നിരിക്കുന്നത്. ഡാഷ് ഈസ് യൂസ്ഡ് ടു, അതായത് ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ട് വാച്ചും അതുപോലെ തന്നെ വയർലെസ് ആയിട്ടുള്ള ഹെഡ്ഫോൺസ് ഫോണിലോട്ട് കണക്ട് ചെയ്യാനായിട്ട് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയണത് ഇങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ റേഞ്ച് പോകുന്നത്. ഒരു വയർലെസ് ടെക്നോളജി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോണിനെയും ലാപ്ടോപ്പിനെയും ഔട്ട്സൈഡ് വേൾഡ്, അതായത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഇത് റേഡിയോസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ഷോർട്ട് ഡിസ്റ്റൻസിൽ നടത്തുന്നത്. ഇനി ഈ ഡാഷ് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിനെയും കൗണ്ട്ലെസ് സർവീസിനെയും കൂടെയാണ് ഇൻ്റർനെറ്റ്. അതുപോലെ തന്നെ ഇതെന്ന് പറയുന്ന ഒരു ഡാഷ് റേഞ്ചാണ് ഇതിൻ്റെ വയർലെസ് ടെക്നോളജി എന്ന് പറയുന്നത്. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ 1 ആണ്. അതായത് ബ്ലൂടൂത്ത് ആണ് നമ്മൾ സ്മാർട്ട് വാച്ചിനെ വയർലെസ് ഹെഡ്ഫോണും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ആയിട്ടുള്ള വയർലെസ് ടെക്നോളജിയാണ്. ഇത് ബ്ലൂടൂത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തടുത്ത് വേണം നമ്മുടെ ഡിവൈസസ് വരാനായിട്ട്. അത് വയർലെസ് ആയിട്ടുള്ള ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും പക്ഷെ നമ്മൾ ഒത്തിരി ഡേറ്റകൾ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റില്ല, ഹൈ എമൗണ്ട് പറ്റത്തില്ല. ഡിവൈസുകൾ നമ്മൾ അടുത്തായിരിക്കണം. ഡാഷ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ ഫോൺ ആൻഡ് ദ ലാപ്ടോപ്പ് ടു ദ ഔട്ട്സൈഡ് വേൾഡ് കോൾഡ് ഇൻ്റർനെറ്റ്. അതായത് ഇൻ്റർനെറ്റുമായിട്ട് നമ്മൾ ഫോണും ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ്. നമ്മുടെ ഫോണിന് നമുക്ക് നെറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? വൈഫൈ ഉപയോഗിച്ചുകൊണ്ടാണ്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇറ്റ് യൂസ്ഡ് റേഡിയോ വേവ്സ് ടു അലോ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്. നമ്മൾ ഇവിടെ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ആണ് ഷോർട്ട് ഡിസ്റ്റൻസിൽ നമ്മൾ കവർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡാഷ് ഈസ് യൂസ്ഡ് ടു കണക്ട് ദ ഫോൺ ടു കൗണ്ട്ലെസ് സർവീസ്. അതായത് എന്തുപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫോണിൽ കൗണ്ട്ലെസ് സർവീസ് നടന്നത്? 3G, 4G, 5G ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇത് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഡാഷ് ഈസ് എ ഡാഷ് റേഞ്ച് വയർലെസ് ടെക്നോളജി. ഇവിടെ എന്താണ്? ലോങ് റേഞ്ച് വയർലെസ് ടെക്നോളജിയാണ്. അതായത് നമ്മൾ ഒരു ഫോൺ വഴി നമ്മൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഡിസ്റ്റൻസിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഹൈ റേഞ്ച്, അതായത് ലോങ് റേഞ്ചാണ് വരുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറയുന്നുണ്ടായിരുന്നു വൈഫൈ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഹൈ സ്പീഡ് ഡാറ്റ ട്രാൻസ്ഫർ ആണ്, പക്ഷേ ഷോർട്ട് ഡിസ്റ്റൻസിലാണെന്നേ പറ്റുള്ളൂ. അതായത് വൈഫൈക്ക് ഒരു ലിമിറ്റഡ് ഏരിയ ഉണ്ട്. ആ ലിമിറ്റഡ് ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇത് കൈമാറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ നമ്മൾ ഫോൺ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് കുറച്ചും കൂടെ ഒരു വൈഡായിട്ടാണ് ആ ഒരു സ്പെക്ട്രം പോകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു കമ്പ്യൂട്ടർ കമ്പോണൻസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ്. അതായത് കമ്പ്യൂട്ടർ കമ്പോണൻസിനെ റിലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഹാർഡ് ഡ്രൈവ് ഹാസ് നോ മൂവിംഗ് പാർട്സ്. ഫാൻ ഈസ് റിക്വയർഡ് ടു കൂൾ ഡൗൺ CPU so that this do not overheat. Accessing information in a hard drive is faster than accessing information stored in RAM. When power is switched off, any information stored in a hard drive is lost. For a given amount of memory, RAM is more expensive than a ഹാർഡ് ഡ്രൈവ്. ഹാർഡ് ഡ്രൈവിന് മൂവിങ് പാർട്സ് ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ CPU ഓവർ ഹീറ്റ് ആകാണ്ടിരിക്കാനായിട്ടൊരു ഫാൻ റിക്വയർഡ് ആണ്. ഹാർഡ് ഡ്രൈവിൽ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാനാണ്, അതായത് അത് ഫാസ്റ്ററാണ് എന്തിനേക്കാളും സ്റ്റോർ ചെയ്തിരിക്കുന്ന റാമിൽ നിന്ന് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നതിന്. അതായത് ഹാർഡ് ഡ്രൈവിൽ ആണ് ഫാസ്റ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പവർ ഓഫ് ചെയ്ത് കഴിയുമ്പം ഹാർഡ് ഡ്രൈവിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ലോസ്റ്റ് ആകും. ഒരു ഗിവൺ എമൗണ്ട് ഓഫ് മെമ്മറിയിൽ നോക്കുകയാണെങ്കിൽ റാം എന്ന് പറയുന്നത് ഹാർഡ് ഡ്രൈവിനേക്കാൾ എക്സ്പെൻസീവ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. അത് ബിയും ഇയും ആണ്. അതായത് ഇവിടുത്തെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് CPU ഓവർ ഹീറ്റ് ആകാണ്ടിരിക്കാനായിട്ടൊരു ഫാൻ ഉണ്ട്. അതുപോലെ തന്നെ റാം എന്ന് പറയുന്നത് ഹാർഡ് ഡ്രൈവിനേക്കാൾ എക്സ്പെൻസീവ് ആണ്. ഈ 2 കാര്യങ്ങളാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. ഹാർഡ് ഡിസ്ക് എന്ന് പറയുന്നതാണ് ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ സ്റ്റോർ ഹൗസ് എന്നറിയപ്പെടുന്നത്. വളരെയധികം വിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ഉപകരണമാണിത്.
ഇതൊരു ഹാർഡ് ഡിസ്ക് പൊടി കിടക്കാത്ത പെട്ടിക്കുള്ളിൽ ഉള്ളടക്കം ചെയ്തിട്ടുള്ളൊരു കാന്തിക പദാർത്ഥം പുഷ് ലോഹ തകിടുകളാണ്. ഹാർഡ് ഡിസ്കുകൾക്ക് വളരെ ഉയർന്ന സംഭരണശേഷിയും ഉയർന്ന ഡേറ്റ വിനിമയ നിരക്കും കുറഞ്ഞ ആക്സസ് ടൈമുമാണ് ഉള്ളത്. ഹാർഡ് ഡ്രൈവിന് മൂവിംഗ് പാർട്സ് ഇല്ല. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം റാൻഡം അതായത് ആക്സസ് മെമ്മറി അതായത് റാം എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്സ് അതായത് SSDനേക്കാളും ഹാർഡ് ഡിസ്ക് ഡ്രൈവിനേക്കാളും ഫാസ്റ്ററാണ്. വെൻ പവർ ഈ സ്വിച്ച് ഓഫ് എനി ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ എ ഹാർഡ് ഡ്രൈവ് ഈസ് ലോസ്റ്റ്. അതായത് പവർ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിയുമ്പോൾ ഹാർഡ് ഡ്രൈവിൽ ഉള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ലോസ്റ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്നത് നോൺ വോൾട്ടേജ് സ്റ്റോറേജ് ഡിവൈസാണ്. അത് സ്ഥിര മെമ്മറിയാണ്. ഈ ഹാർഡ് ഡ്രൈവിൽ നമ്മൾ ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഒരു മാഗ്നറ്റിക് പാറ്റേൺസിലാണ്. അതായത് ഡിസ്ക് പാറ്റേൺസിലുള്ള മാഗ്നറ്റിക് പാറ്റേൺസിലാണ്. അതുകൊണ്ട് തന്നെ പവർ ഇല്ലെങ്കിൽ കൂടെയും ആ ഒരു സ്റ്റോറേജ് അവിടെ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. റാം എന്ന് പറയുന്നത് വോൾട്ടൈൽ അതായത് ഒരു അസ്ഥിര മെമ്മറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പവർ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഡേറ്റ റിമൂവ് ആയി പോകുന്നുണ്ട്. പക്ഷേങ്കിൽ നമ്മുടെ ഹാർഡ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്ഥിര മെമ്മറിയാണ്. അതിൽ ഇൻഫർമേഷൻസ് ഒരിക്കലും പോകുന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കമ്പ്യൂട്ടർ കമ്പോണൻസ് റാം, റോം, CMOS, CPU എന്നിവയാണ്. ലിസ്റ്റ് 2 ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ സ്റ്റോർസ് ദ ഡേറ്റ ടൈം ആൻഡ് സിസ്റ്റം കോൺഫിഗറേഷൻ ഫോർ BIOS മെമ്മറി ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ടു ആൻഡ് റീഡ് ഫ്രം സ്റ്റോർസ് ബൂട്ടപ്പ് പ്രോഗ്രാംസ്. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 ആണ്. അതായത് റാം എന്ന് പറയുന്നത് മെമ്മറി ദാറ്റ് ക്യാൻ ബി റിട്ടേൺ ടു ആൻഡ് റീഡ് ഫ്രം. അതായത് റാൻഡം ആക്സസ് മെമ്മറിയാണ്. നമുക്കത് റീഡ് ചെയ്യാനാണ് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ റിട്ടേൺ ചെയ്ത് റീഡ് ചെയ്യാനായിട്ടാണ് പറ്റത്തുള്ളൂ. റോം എന്ന് പറയുന്നത് സ്റ്റോർസ് ബൂട്ടപ്പ് പ്രോഗ്രാമാണ്. CMOS എന്ന് പറഞ്ഞാൽ സ്റ്റോർസ് ദ ഡേറ്റ ടൈം ആൻഡ് സിസ്റ്റം കോൺഫിഗറേഷൻ ഫോർ BIOS. CPU എന്ന് പറയുന്നത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. CMOS എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ എന്നാണ് പറയപ്പെടുന്നത്. ഈ മെമ്മറി സിസ്റ്റത്തിൻ്റെ ഡേറ്റ ടൈം അതുപോലെ തന്നെ BIOS കോൺഫിഗറേഷൻ സെറ്റിങ്സ് എല്ലാം സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ BIOS എന്ന് പറഞ്ഞാൽ ബേസിക് ഇൻപുട്ട് ഔട്ട്പുട്ട് സിസ്റ്റം എന്നതാണ്. ഇതൊരു ഫേംവെയർ പ്രോഗ്രാമാണ്. ഈ CMOS എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ലോ പവർ റാം ചിപ്പാണ്. അത് സ്പെസിഫിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ യൂസർ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വാല്യൂസൊക്കെ ഉണ്ട്. ഇത് കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പ് പ്രോസസ്സിൽ ഇത് BIOS റീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റാം എന്ന് പറഞ്ഞാൽ റാൻഡം ആക്സസ് മെമ്മറിയാണ്. മൈക്രോ പ്രോസസ്സറിന് ഡേറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന തരം മെമ്മറിയാണിത്. ഇതൊരു അസ്ഥിര മെമ്മറിയാണ്. റീഡ് ആൻഡ് റൈറ്റ് മെമ്മറി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതായത് നമുക്ക് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. കമ്പ്യൂട്ടറിൻ്റെ വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മെമ്മറി എന്ന് പറയുന്നത് തന്നെ റാം ആണ്. റോം എന്ന് പറഞ്ഞാൽ എന്താണ്? റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരവും മാറ്റം വരുത്താൻ സാധിക്കാത്തതുമായ മെമ്മറിയാണ്. ഇതിൽ നിന്ന് ഡേറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയുള്ളൂ. നമുക്കിതിൻ്റെ ഉള്ളടക്കം മാറ്റാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിലെ ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ പവർ ഇലക്ട്രിസിറ്റി ഒക്കെ ഓഫായാലും. അതുകൊണ്ട് ഇതിനെ നോൺ വോൾട്ടൈൽ മെമ്മറി എന്നറിയപ്പെടുന്നുണ്ട്. BIOS എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രത്യേകതരം ബൂട്ടപ്പ് പ്രോഗ്രാം കമ്പ്യൂട്ടറിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതായത് റോമിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴോ ബൂട്ടപ്പ് ചെയ്യുമ്പോഴാണ് ഈ സോഫ്റ്റ്വെയർ പ്രവർത്തിക്കുന്നത്. റോമിൽ സേവ് ചെയ്തിരിക്കുന്ന പെർമനൻറ്റ് സോഫ്റ്റ്വെയർ ആണ് ഫേംവെയർ എന്ന് പറയുന്നത്. CPU എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറാണ്. സോ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സും അനലൈസ് ചെയ്ത് ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയും ചെയ്യുക. താങ്ക്